ഈ ഗുരുവായൂര് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത് തെറ്റായ വാർത്തയാണ്. ആദ്യമായിട്ടല്ലല്ലോ ഒരു മുഖ്യമന്ത്രി ഗുരുവായൂർ ദർശനത്തിന് പോകുന്നത്, ആണോ? ഇനി കേട്ടോ, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മുഖ്യമന്ത്രിയുടെ കൂടെ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അത് അവിടുത്തെ ഒരാളായിരുന്നു, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു ഒരാൾ. എന്റെ കൂടെ ഒരു ഗൺമാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന സാധാരണ ഞാൻ ഗുരുവായൂരിൽ ദർശനം നടത്താൻ പോകുമ്പോൾ എന്റെ കൂടെയുള്ള ആൾ 4 പേര്. ഇനി ഞായറാഴ്ച അവിടെ VIP ദർശനം ഇല്ല. ടിക്കറ്റ് എടുത്തിട്ട് കയറണം, 1000 രൂപയുടെ ടിക്കറ്റ്. ഞാൻ 1000 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടാണ് ദർശനം നടത്തിയത്, കേട്ടോളാം. അവിടെ ചെല്ലുമ്പോൾ ശിവേലി നടക്കുകയാണ്. ശിവേലി നടക്കുമ്പോൾ നമ്മൾ അതിന്റെ മുമ്പിൽ നിന്നു. അത് കയറി കഴിഞ്ഞപ്പോൾ നമ്മൾ അതിന്റെ മുമ്പിൽ പോയി തൊഴുതു. ഞാൻ ഉപദൈവങ്ങളെ ദർശിക്കാൻ വേണ്ടി പോയപ്പോൾ മുമ്പിൽ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഒരു സെക്യൂരിറ്റി ഗാർഡ് വന്നു സ്റ്റോപ്പ് ചെയ്തെല്ലാവരും. അപ്പൊ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, ഞാൻ തൊഴുന്നത് ഒരാൾക്ക് വേറൊരു തൊഴാമെന്ന ആൾക്ക് തടസ്സമാവില്ല എന്ന് പറഞ്ഞു. ഞാൻ അതിന്റെ സൈഡിൽ നിന്ന് തൊഴുകയും ആളുകൾ അതിന്റെ മുമ്പിലൂടെ തൊഴുത് നീങ്ങുകയും ചെയ്തു. ഇതാണ് സ്ഥിതി. ഇത് കള്ളക്കഥയാണ്, കള്ളക്കഥയാണ്. ഇതൊക്കെ ഉണ്ടാക്കുന്ന തമാശ. അവിടെ എല്ലാ ആളുകൾ വന്ന് എന്നോട് പറഞ്ഞു, സാറേ എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം, ഇതാണ് ഭംഗി. ഞങ്ങൾ പോലും അത്ഭുതപ്പെട്ടു. ഞങ്ങളുടെ തൊട്ടടുത്ത് വന്നിരുന്ന് ഒരു അകൽച്ചയില്ലാതെ വന്ന് ചെയ്തു വന്ന് ഒരാൾക്ക് തടസ്സം അവിടെ ഉണ്ടായിട്ടില്ല, ഒരാൾക്ക്. ടിക്കറ്റ് എടുത്തിട്ടാ കയറിയത്. എനിക്കറിയാലോ ഇതൊക്കെ വിവാദമാവുമെന്ന്. ഞാൻ ഇത് അമ്പലത്തിൽ പോരുന്ന കൂടി പറയരുത് ദയവ് ചെയ്ത്. അത് SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഞാൻ അതിന്റെ ഇടയിൽ ഇങ്ങനെ കമന്റ് പറയണ. SIT അന്വേഷിച്ച് SITയുടെ റിപ്പോർട്ട് തരട്ടെ. ഇതൊക്കെ നിങ്ങൾ വന്ന വാർത്തയിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റും. SIT ഗവൺമെന്റ് മുമ്പാകെ റിപ്പോർട്ട് തരട്ടെ. റിപ്പോർട്ട് തരുമ്പോൾ അത് പരിശോധിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.